പ്രൈസ് ലോർഡ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 19:27. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവനെ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാകും. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. മറ്റുള്ളവരെ ഈ വചനം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനത്തിൽ കൂടെ ദൈവം നമ്മളോട് ഇടപെടുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ, നമുക്ക് ആവശ്യമായ ദൈവാലയം തരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിഷ്യന്മാരുടെ ഉള്ളിലെ ചിന്തകളാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള സ്വാർത്ഥമായ ഒരു ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. യേശു കർത്താവ് രക്ഷകനും ദൈവമെന്ന് മനസ്സിലാക്കിയിട്ടും ആ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ ഒരു മഹാഭാഗ്യം അവർക്ക് ലഭിച്ചിട്ടും അവരുടെ ചിന്ത അവരിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നതായി കാണാം. ഇതുകൊണ്ട് ഞങ്ങൾക്കെന്ത് പ്രയോജനം, എന്താണ് നന്മ ലഭിക്കാൻ പോകുന്നത് എന്ന് സാക്ഷാൽ ദൈവമായ കർത്താവിനോട് അവർക്ക് നേരിൽ ചോദിക്കേണ്ടതായ ചിന്തകൾ അവരെ ഭരിക്കാൻ തുടങ്ങുകയാണ്. രക്ഷകനായ യേശു കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ അടിയൊഴുക്ക് പത്രോസ് ഗ്രഹിച്ചു. സകലവും വിട്ട് എന്നെ അനുഗമിക്കുക എന്നതാണ് കർത്താവ് അർത്ഥമാക്കുന്നത് എന്ന് ഗ്രഹിച്ച പത്രോസ് താനും കൂട്ടുശിഷ്യന്മാരും ചെയ്തത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് എന്ന് സമർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന ചോദ്യം ഉന്നയിച്ചു. പത്രോസിൻ്റെ സ്വാർത്ഥ ജീവിതമാണ് അവിടെ പ്രത്യക്ഷമാകുന്നത്. പഴയ സ്വഭാവം അവിടെ രൂപപ്പെടുന്നു. നാം വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ടത് ഒരു മനോഭാവമാണിത്. അവൻ കർത്താവിനോട് വില പേശുകയാണ്. ഇന്ന് നമ്മൾ ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ പല ആത്മീയ ഗുരുക്കളും നേതാക്കന്മാരും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അവരുടെ പഴയ സ്വഭാവങ്ങൾ വെളിപ്പെടുമ്പോൾ സ്വാർത്ഥതയും സ്വയമോഹങ്ങളും അണിഞ്ഞൊരുങ്ങുവാൻ തുടങ്ങുമ്പോഴാണ് ദ്രവ്യാഗ്രഹത്തിലേക്കും കസേരകൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹങ്ങൾ അവരുടെ ഉള്ളിൽ നിന്നും വെളിപ്പെടാൻ തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് സ്നേഹമില്ലായ്മ, ധനത്തിനു വേണ്ടിയുള്ള ആർത്തി, സ്വയം എന്ന ചിന്തയാൽ ഞാൻ എന്നുള്ള ഭാവം അവരിൽ ഉണ്ടാവുകയും അത് നിഗളമായി മാറുകയും ഒക്കെ ചെയ്യുന്നു. ആത്മീയ നേതാക്കൾക്ക് തനിക്ക് എന്തിനു നേതൃത്വം ദൈവം കൊടുത്തു എന്ന് ചിന്തിക്കാതെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നു ജീവിക്കാൻ തുടങ്ങുമ്പോൾ തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജീവിതങ്ങളെ വെച്ച് കളിക്കാൻ തുടങ്ങുന്നു. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെപ്പറ്റി യാതൊരു ചിന്തയോ ആത്മഭാരമോ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ദൈവസഭകളിൽ തകർച്ച ഉണ്ടാകും. ജനം ഐക്യതയില്ലാതാകുന്നു. പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു. എനിക്ക് എന്ത് കിട്ടും, ഇതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം എന്ന ചിന്തകൾ വിശ്വാസികളെയും ഭരിക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ലാതെ പോകുന്നു. അതിന് മൂലമായി കുടുംബങ്ങളിൽ വഴക്ക്, ചേർച്ചയില്ലായ്മ, സഭകളിൽ ഇടർച്ച, ആത്മീയ ജീവിതത്തിൽ വളർച്ചയില്ലാതെ മുരടിച്ചു പോകുന്നു. അവരുടെ ചിന്തകൾ മാറിപ്പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ, മുടങ്ങാതെ പള്ളിയിൽ പോയാൽ, ദൈവത്തിന് വേണ്ടി എന്തൊക്കെ കൊടുത്താലും എനിക്ക് എന്ത് പ്രയോജനം ലഭിക്കും എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലുണ്ടാകുന്നു. ഇതിനെല്ലാം പ്രതിഫലം ഭൂമിയിൽ തന്നെ ലഭിക്കണമെന്ന് അവർ ചിന്തിക്കുന്നു. ഈ ലോകത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം കിട്ടും എന്നുള്ള ചിന്ത അവരെ ഭരിക്കാൻ തുടങ്ങിയാണ്. സ്വർഗരാജ്യത്തിലെ പ്രതിഫലങ്ങൾ, നിത്യജീവൻ, ഇതൊന്നും അല്ല പ്രാധാന്യം. അവർക്ക് ഈ ഭൂമിയിൽ എന്ത് സന്തോഷം ലഭിക്കുമെന്ന് മാത്രം ചിന്തിച്ച് ദൈവത്തെ അവർ പിന്തുടരാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ലേഖനത്തിൽ യേശു കർത്താവിൻ്റെ സ്വന്തം ശിഷ്യന്മാർക്ക് ചിന്താഗതികൾ തന്നെയായിരുന്നു. എന്നാൽ തനിക്ക് വേണ്ടി ചെയ്തതിനൊക്കെ യുക്തമായ പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവ് പത്രോസിന് ഉറപ്പ് നൽകുന്നു. 12 അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം സഹസ്രാബ്ദ വാഴ്ചയിൽ അവർക്ക് പ്രത്യേകമായ അധികാരങ്ങൾ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ ഭരണകാലഘട്ടത്തിൽ 12 അപ്പോസ്തലന്മാരും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രത്തെ 12 ന്യായം വിധിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 19:16-21 വരെ വായിക്കുമ്പോൾ ഒന്നാമത്തവൻ അടുത്തു വന്നു, കർത്താവേ,
നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് നല്ല ദാസനെ, നീ അത്യുൽപ്പത്തിൽ വിശ്വസനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കുമെന്ന് കൽപ്പിച്ചു. 5 റാത്തൽ കൊടുത്തവൻ ഞാൻ 5 റാത്തൽ കൂടി സമ്പാദിച്ചിരിക്കുമെന്ന് പറഞ്ഞു. നീയും 5 പട്ടണത്തിൽ മേൽവിചാരകനായിരിക്കുമെന്ന് അവനോടും കൽപ്പിച്ചു. എന്നാൽ മറ്റൊരുത്തൻ കൊടുത്തത് ഉറുമാലിൽ കെട്ടിവെച്ചു. അവനെ ദുഷ്ടദാസനെ എന്ന് യജമാനൻ വിളിച്ചിട്ട്, ദ്രവ്യം പലിശയ്ക്കെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ എന്ന് ശകാരിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ അതിനകത്ത് 10 റാത്തൽ കൊടുത്തവൻ കൊടുക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കുക. പുതിയ നിയമത്തിലെ പ്രതിഫലങ്ങൾ സഹസ്രാബ്ദ വാഴ്ചയിലെ അധികാര പദവികളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ കൂടെ മനസ്സിലാക്കാം. അവ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത്. ഭൂമിയെ ഭരിക്കുവാൻ കർത്താവ് മടങ്ങി വരുമ്പോൾ അത് വെളിപ്പെടും. വിശ്വാസികൾക്ക് പൊതുവായി എൻ്റെ നാമത്തെ നിമിത്തം വീടുകളെയോ സഹോദരങ്ങളെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവനെ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെ അവകാശമാക്കും എന്ന് യേശു അവിടെ വ്യക്തമാക്കി തൻ്റെ ശിഷ്യന്മാർക്ക് തന്നെയല്ല ലോകത്തിനും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നഷ്ടമാകുന്ന എല്ലാ ലോകബന്ധങ്ങൾക്കും പകരമായി ആഗോള വ്യാപകമായി ക്രിസ്തീയ കൂട്ടായ്മകൾ അവർക്ക് ലഭിക്കും. നഷ്ടമായ ഭവനങ്ങൾക്ക് പകരം 100 കണക്കിന് ക്രിസ്തീയ ഭവനങ്ങളിലും വലിയ സ്വീകരണങ്ങൾ ലഭിക്കും. വസ്തുവകകളോ ധനമോ നഷ്ടമായെങ്കിൽ അളവില്ലാത്ത ആത്മീയ ധനം അതിന് പകരം അവർക്ക് നൽകും. നിത്യജീവനാണ് എല്ലാ വിശ്വാസികളുടെയും ഭാവി പ്രതിഫലം. എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം നിത്യജീവൻ ലഭിക്കുകയില്ല. എല്ലാറ്റിനെയും കൈവടിച്ചവർക്കും നിത്യജീവൻ ആസ്വദിക്കുവാൻ അതിനുള്ള അധിക സാധ്യത കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ വിശ്വാസികൾക്കും നിത്യജീവൻ ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാവർക്കും ഒരേ അളവിലല്ല അത് ആസ്വദിക്കാൻ ലഭിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വിലപേശുന്ന മനോഭാവത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കർത്താവ് അവിടെ ഉപസംഹരിക്കുന്നതായി കാണാം. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ എനിക്ക് വേണ്ടി ചെയ്തതിന് സകലതിനും പ്രതിഫലം ലഭിക്കുമെന്നാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഭരിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം അങ്ങനെ സംഭവിച്ചാൽ മുമ്പന്മാർ പലരും മുമ്പന്മാരും ആകും എന്നവിടെ പറയും. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നല്ല തുടക്കം കുറിച്ചാൽ മാത്രം പോരാ എന്ന മുന്നറിയിപ്പ് ഈ പ്രസ്താവനയിൽ മറിഞ്ഞു കിടക്കുന്നു. ഇത് നാം എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്ന് ദൈവം പരിഗണിക്കപ്പെടുന്നു. ശിഷ്യന്മാരുടെ സ്വാർത്ഥ ചിന്താഗതികൾ മാറ്റി എല്ലാത്തിനും വലുത് നിത്യജീവൻ കർത്താവിൻ്റെ രാജ്യത്തിൽ തരുന്ന പ്രതിഫലങ്ങളുമാണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അവർ ലോകത്തിൽ എന്ത് നന്മ ലഭിക്കുമെന്ന് ചോദിച്ചെങ്കിൽ കർത്താവ് സ്വർഗരാജ്യത്തിലെ പ്രതിഫലത്തെപ്പറ്റി അവരോട് സംസാരിക്കുന്നു. അവരോട് കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ തന്നോടൊപ്പം ഇരുന്ന് ലോകത്തെ ന്യായം വിധിക്കും. ഇത്രയും വലിയ ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു അവർ കരുതി കാണത്തില്ല. ഒന്നാമതായി ദൈവപുത്രനോട് ചേർന്നിരിക്കുക, അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ലോകത്തെ ഭരിക്കുക. ഇത് അവരുടെ ജീവിതത്തിൽ സ്വപ്നം പോലും അവർ കണ്ടു കാണുകയില്ല. അവരൊരു പക്ഷേ ലോകത്തിലെ നന്മകൾ മാത്രം ചിന്തിച്ചു കാണും. അവർ ആഗ്രഹിക്കുന്നതിനും നനച്ചതിനുമൊക്കെ അപ്പുറമായി ദൈവം അവർക്ക് കൊടുക്കാൻ പോകുന്ന നന്മകളെക്കുറിച്ച് ഓർത്തപ്പോൾ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കാണും. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് സഭയെ നയിക്കുന്ന നേതൃത്വങ്ങൾ ഇത് ചിന്തിക്കുന്നുവെന്ന് സംശയമാണ്. അവരുടെ പ്രവൃത്തികൾ കാണുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എന്ത് ലഭിക്കുമെന്ന്, എന്ത് സമ്പാദിക്കാമെന്ന് ചിന്തിച്ച് തനിക്ക് കൊടുത്തിരിക്കുന്ന ആടുകളെ ശ്രദ്ധിക്കാതെ അവിടെയും ഇവിടെയും ഓടി നടന്ന് ധനത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ മഹാത്മ്യം ഇവർ മനസ്സിലാക്കാതെ പാപം വിശ്വാസ സമൂഹത്തിന് എങ്ങനെ ആത്മീയ ലോകത്തിൽ മുമ്പോട്ട് നടത്താൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ സഭകളിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുകയില്ല. ലോകത്തിലുള്ള എല്ലാ നന്മകളെക്കാളും കർത്താവ് രാജ്യം സ്ഥാപിക്കുമ്പോൾ കർത്താവുമായി ഒരുമിച്ച് വസിക്കുക, സ്വർഗീയ പ്രതിഫലങ്ങൾ തങ്ങൾ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ചെയ്തതിനൊക്കെയും കണക്ക് പറഞ്ഞ് ദൈവം പ്രതിഫലം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയാതെ ഇവിടുത്തെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ഇവിടെ തന്നെ പട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ സന്തോഷവും സ്വർഗീയ പ്രതിഫലങ്ങളും എന്തൊക്കെയാണെന്ന് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവ് മനസ്സിലാക്കി കൊടുത്തു. അതനുസരിച്ച് ശിഷ്യന്മാർ ജീവിച്ചും മരിച്ചും അവർ തങ്ങളുടെ പ്രതിഫലം അവർ വാങ്ങി.
ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ വിഷയത്തെ വളരെ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ ദൈവസ്നേഹത്തിൽ ചിന്തിച്ച് ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നാം മനസ്സിലാക്കി നമ്മൾക്ക് മുന്നോട്ട് പോയി ഈ ദൈവത്തിന് വേണ്ടി നമ്മൾ ഓടാൻ തയ്യാറാവുക. നമ്മൾക്ക് സ്വർഗത്തിൽ കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ഓട്ടക്കളത്തിൽ വളരെ ശ്രദ്ധയോടെ ഓടിയില്ലെങ്കിൽ ബിരുദു പ്രാപിച്ച് സമ്മാനം ദൈവത്തിൽ നിന്നും വാങ്ങുവാൻ നമുക്ക് കഴിയാതെ പോകും. ദൈവമേ, എനിക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.